ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു HD വീഡിയോ പ്ലെയർ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ അതിൻ്റെ റിവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി ആദ്യം കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ആ വീഡിയോ പ്ലെയറെ നമ്മൾ ഇതിലേക്ക് എൻ്റെ ഒരു 5.1 ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയറിലേക്ക് നമ്മളിപ്പോൾ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആകെ 2 സ്ക്രൂ വെച്ച് കണക്ട് ചെയ്യാനുള്ള പരിപാടിയുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൽ ഒരു MP3 പ്ലെയർ ഉണ്ടായിരുന്നതാണ്, അത് മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത്. ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത് ഇതാണ്. ഇതിൻ്റെ വീഡിയോ ഔട്ട്പുട്ട് വരുന്നത്. വീഡിയോ ഔട്ട്പുട്ട് നേരെ കൊടുത്തിരിക്കുന്നത് ഒരു അവിടേക്ക് എത്താത്തതുകൊണ്ട്, RCA പിന്നിലേക്ക് എത്താത്തതുകൊണ്ട് ഒരു ജോയിൻ്റ് കണക്ടർ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് നേരെ കൊടുത്തിരിക്കുന്നത് RCA പിന്നിലേക്കാണ്. ഗ്രൗണ്ട് അവിടെ നിന്ന് തന്നെ RCA പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഗ്രൗണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ കണ്ട് കൊടുത്തിട്ടില്ല, വീഡിയോ ഔട്ട്പുട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ വരുന്നത് നമുക്ക് ഓഡിയോ ഔട്ട്പുട്ടാണ്. ഓഡിയോ ഔട്ട്പുട്ട് ഈ 3 വയറാണ്. ഈ 4ാമത്തെ വയർ നമുക്ക് ആവശ്യമില്ല. ഈ 3 വയറാണ് ഓഡിയോ ഔട്ട്പുട്ട്. ഇതിൽ ലെഫ്റ്റ് ചാനലുണ്ട്, നടുക്കലത്തെ ഗ്രൗണ്ട്, പിന്നെ റൈറ്റ് ചാനൽ. അത് നമ്മൾ ഇത് ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ഇൻപുട്ടുകളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇൻപുട്ട് എടുക്കുന്ന സെക്ഷനാണ് ആംപ്ലിഫയറിൻ്റെ 5.1 2.1 സെക്ഷൻ മാറ്റുന്ന ഒരു സ്വിച്ചാണത്. ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ള വയറാണ്, പ്ലസും മൈനസും കൊടുത്തിട്ടുണ്ട്. ഇതൊരു പഴയ ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആകെ വയറിംഗ് ഒക്കെ അലമ്പായി കിടക്കാണ്. ഇപ്പോൾ പിന്നെ വരുന്നത് അതിൻ്റെ 5 വോൾട്ട് ഇൻപുട്ടാണ്. 5 വോൾട്ട് ഇൻപുട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു സ്വിച്ച് വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സ്വിച്ചിൽ നിന്നാണ് USB എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് സപ്ലൈ പോകുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ USB ബോർഡ് ഓൺ ആവുകയുള്ളൂ. ഇത് TV ഇൻപുട്ടും DVD ഇൻപുട്ടുമാണ്. പിന്നെ ഇതാണ് നമ്മുടെ RCA പിന്നുകൾ വരുന്നത്. ഇതിലേക്കാണ് നമ്മളിപ്പോൾ വീഡിയോ കൊടുത്തിരിക്കുന്നത്. രണ്ടും ഇൻപുട്ടുകളാണ്. ഇത് ഓഡിയോ TV ഇൻപുട്ടും ഇത് DVD ഇൻപുട്ടുമാണ്. ഇത് 5.1 ഇൻപുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് 2 സെപ്പറേറ്റ് കടന്നിരുന്ന ഒരു പിന്നുകളാണിത്. അത് വെറുതെ കിടക്കാറുന്നു, അതിലേക്കാണ് നമ്മളിപ്പോൾ വീഡിയോ കൊടുത്തിരിക്കുന്നത്.
HD മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഞാൻ വർക്ക് ചെയ്ത് നോക്കിയിട്ട് ഫുൾ HD സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ USB കുത്തിയിട്ടുണ്ട്. USB കണക്ട് ചെയ്യുമ്പോൾ തന്നെ MP3 സോങ്സ് ആയിരിക്കും ആദ്യം വരിക. ബാക്ക് അടിച്ചിട്ട് വേണം പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് മാറ്റാൻ. അല്ലെങ്കിൽ റിമോട്ടിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും, വീഡിയോ വേറെ മ്യൂസിക് വേറെ ഉണ്ടാവും. ഇതിന് വീഡിയോസ് വരുന്നത്. ഇതിൽ എനിക്കിത് ഒരു കുറവായിട്ട് തോന്നിയത് ഫുൾ HD സപ്പോർട്ട് ചെയ്യാത്തൊരു കുറവായിട്ട് തോന്നി. HD മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. സിനിമ ഫയലുകളൊക്കെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം സിനിമ ഫയൽ കൂടുതലും 80 MB 90 MB ഒക്കെ മാക്സിമം സിനിമ ഫയലുകൾ വരുന്നുള്ളൂ. പിന്നെ HD സിനിമയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുൾ HD സപ്പോർട്ട് ചെയ്യില്ല. 1280 × 720 പിക്സലാണ് HD സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇതിൽ അടിച്ച് കളയാനുള്ള ഓപ്ഷൻ, നമുക്ക് റിവെഞ്ച് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഉണ്ട്. അത് ഈ നെക്സ്റ്റ് അടിക്കുന്ന ബട്ടൺ അമർത്തി പിടിച്ചാൽ നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. അടിച്ച് മാറ്റി കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റി ഉണ്ട്. ഇതിൽ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്തിന് അധികം ലോങ് കിട്ടുന്നില്ല. സാധാരണ ബ്ലൂടൂത്തുകൾക്ക് 5 മീറ്ററെങ്കിലും മിനിമം ഓപ്ഷൻ ഉണ്ടാവാറുണ്ട്. 5 മീറ്ററെങ്കിലും ലോങ് കിട്ടാറുണ്ട്. ഇതിൽ ഒരു 3 മീറ്റർ കൂടിയ അതും ശരിക്കും കിട്ടുന്നില്ല എന്ന് തോന്നി. വളരെ എടുത്ത് വെച്ചാൽ മൊബൈൽ വെച്ചാൽ മാത്രമേ അത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ബ്ലൂടൂത്ത്. ഇതൊരു കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. HD നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമ ഫയലുകളൊക്കെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യത്തിന് എല്ലാ ഫയലുകളും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ യൂസ് ചെയ്യുന്ന MP4 MKV അതുപോലുള്ള 3GB പിന്നെ FLV AVI അത്യാവശ്യം വരുന്ന എല്ലാ ഫയലുകളും MOV പിന്നെ കുറേ ഫയലുകളും എല്ലാ ഫയലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ HD കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെയും നല്ല ഓപ്ഷൻ ആയേനെ. ഫുൾ HD അല്ലാത്ത ഫുൾ HD ഫയലാണ് നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യാത്തത്. ബാക്കി എല്ലാ ഫയലുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDക്ക് താഴെയുള്ള എല്ലാ ഫയലുകളും 3GB അടക്കമുള്ള എത്ര ക്വാളിറ്റി കുറഞ്ഞ ഫയലായാലും നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമേജ് ഫയല് JPG GIF അങ്ങനെയുള്ള ഫയലുകളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഡിയോ ഫയൽ ഏകദേശം എല്ലാ ഓഡിയോ ഫയലും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MP3 M4 നല്ല ക്വാളിറ്റിയുള്ള ഫയലുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ MP5 വീഡിയോ പ്ലെയർ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോസായി നമ്മൾ ഇനിയും വരും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.